ഇതിന് മുന്നേ ഉള്ള ഈ സീരീസിലായാലും അതല്ലാതെ നമ്മളൊരു 1000 MCQ സീരീസും ഡെയിലി MCQ അങ്ങനെ പല സെക്ഷനായിട്ട് MCQs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs. അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. കണ്ട് ഇഷ്ടപ്പെടുക, ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സജഷൻസോ കമന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞാണ് നഴ്സിംഗ് ട്യൂട്ടർ അല്ല, നമ്മുടെ എയിംസിന്റെ നഴ്സിംഗ് ഓഫീസർ എക്സാം വിളിച്ചു, നോർസെറ്റ് എക്സാം വിളിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 11 സെപ്റ്റംബർ 11-നാണ് എക്സാം. സെപ്റ്റംബർ 11-ന് മുന്നേ സെപ്റ്റംബർ 4-ന് നമ്മുടെ ജിപ്മർ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശ്രീചിത്രയുടെയും കോൾ ലെറ്റർ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് ഫീവർ അല്ലെങ്കിൽ വൈറ്റൽ സയൻസിലെ ടെമ്പറേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ ആൻസേഴ്സും പറയുന്നതായിരിക്കും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നില്ല, തിയറി ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലനേഷൻ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ഫീവർ ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ്സ് മോർ ദാൻ 2 degrees Celsius. അതായത് ഏതോ ഒരു തരം ഫീവർ തന്നെ പലതരം ഉണ്ടല്ലോ, അതിൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ 2 degree Celsiusനേക്കാൾ കൂടുതലാകുന്നു. ഓൾ അബവ് നോർമൽ ഡ്യൂറിങ് 24 hours പീരീഡ്. എപ്പോഴും നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ആയിരിക്കും 24 hours. ഒരു ദിവസത്തെ മൊത്തം ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അത് നോർമലിലോട്ട് എത്തുന്നില്ല. ഇത് ഏത് തരം ഫീവർ ആണ്? ഇന്റർമിറ്റന്റ് ഫീവർ ആണോ, റെക്കറന്റ് ഫീവർ ആണോ, റെമിറ്റന്റ് ഫീവർ ആണോ, റിലാക്സിംഗ് ഫീവർ ആണോ? കറക്റ്റ് ഓപ്ഷൻ സി, റെമിറ്റന്റ് ഫീവർ. അപ്പൊ ഈ ഒരു ചാർട്ട് എല്ലാ ടൈപ്സ് ഓഫ് ഫീവർ പറയുന്നുണ്ട്. എന്താണ് കണ്ടിന്യൂസ് ഫീവർ, എന്താണ് ഇന്റർമിറ്റന്റ് ഫീവർ, എന്താണ് റെമിറ്റന്റ് ഫീവർ, എന്താണ് അബ്സിൻ ഫീവർ, ന്യൂട്രോപീനിക് ഫീവർ, ഫെബ്രിക്കുല, ഇങ്ങനെ പലതരത്തിലുള്ള ഫീവർ, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ ഓറൽ ടെമ്പറേച്ചർ ഓഫ് ആൻ അഡൽട്ട്? നോർമലി അഡൽട്ടിന്റെ ഓറൽ ടെമ്പറേച്ചർ എത്രയാണ്? കാരണം ടെമ്പറേച്ചർ നമ്മൾ പല രീതിയിൽ ചെക്ക് ചെയ്യാറുണ്ട്. റെക്ടൽ ടെമ്പറേച്ചർ ഉണ്ട്, ആക്സിലറി ടെമ്പറേച്ചർ ഉണ്ട്, ഓറൽ ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ? നോർമൽ ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കാണാതെ തന്നെ അറിയാം. നമുക്ക് ഓപ്ഷൻ ഡി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നോർമൽ ഓറൽ ടെമ്പറേച്ചർ ഫോർ അഡൽട്ട്. നെക്സ്റ്റ് വൺ, സഡൻ റിട്ടേൺ ടു നോർമൽ ടെമ്പറേച്ചർ ഫ്രം എ വെരി ഹൈ ടെമ്പറേച്ചർ. അതായത് ഏറ്റവും കൂടിയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിനെ എന്താ പറയുന്നത്? ക്രൈസിസ് എന്നാണോ, ലൈസിസ് എന്നാണോ, റെമിറ്റന്റ് ഫീവർ എന്നാണോ, കണ്ടിന്യൂസ് ഫീവർ എന്നാണോ? കറക്റ്റ് ഓപ്ഷൻ എ, ക്രൈസിസ്. അപ്പൊ ഇവിടെ ക്രൈസിസും ലൈസിസും എന്താണെന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, കാരണം ഒരുപാട് കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴത്തേക്കും അവർ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് കണ്ടുപോകുന്നില്ല. ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം കാണുന്നതാണ് ആൾക്കാർ. അപ്പൊ ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസ് ആൻസേഴ്സും മാത്രം പറഞ്ഞു പോകണം എന്നുള്ള ഒരു സജഷൻ വന്നു. ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ പോകാം. തിയറി ക്ലാസ്സുകൾ നമുക്ക് പിന്നീട്, കാരണം അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും ഇല്ല. ഇപ്പൊ എക്സാം അടുത്ത് വരെയാണ്. അപ്പൊ നമുക്ക് എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവുകയും വേണം. ഓക്കെ, 89, ലോക്കൽ ഹോട്ട് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ദ ബോഡി ബൈ. അതായത് ലോക്കൽ ഹോട്ട് ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്? റേഡിയേഷൻ ആണോ, ഇവാപറേഷൻ ആണോ, കൺവെക്ഷൻ ആണോ, കണ്ടക്ഷൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ ഡി, കണ്ടക്ഷൻ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ്. 3 മെത്തേഡ്. കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, റേഡിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ഏത് മെത്തേഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ഹു ഇൻവെന്റഡ് തെർമോമീറ്റർ? നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൂളിനെയാണ് പറയുന്നത് തെർമോമീറ്റർ എന്ന്. ഇത് ആരാണ് കണ്ടുപിടിച്ചത്? സെൽഷ്യസ് ആണോ, ഗലീലിയോ ഗലീലി ആണോ, ലോർഡ് കെൽവിൻ ആണോ, തോമസ് ജെ മാനിങ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ബി, ഗലീലിയോ ഗലീലി. Next question, a clinical thermometer indicates temperature in degree Fahrenheit from. സാധാരണ നമ്മൾ യൂഷ്വലി ക്ലിനിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററിൽ റീഡിംഗ് ഏത് മുതൽ ഏത് വരെയാണ്? ദാറ്റ് ഈസ് 95 to 110. ഓപ്ഷൻ എ. നെക്സ്റ്റ്, the temperature regulation center is under control of. അതായത് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്റർ എന്നറിയപ്പെടുന്ന ബ്രെയിനിൽ കാണപ്പെടുന്ന സെന്റർ ഏതാണ്? ഹൈപ്പോതലാമസ്. കറക്റ്റ് ഓപ്ഷൻ സി ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആണ്.
Next, while taking temperature from rectal route in children, thermometer should be inside. അതായത് rectal temperature ചെക്ക് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ ആണ് ആ ഒരു തെർമോമീറ്റർ രക്തത്തിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. കുട്ടികൾക്കാണെങ്കിൽ എത്രയാണ്? 1 ഇഞ്ചാണ്. The most reliable method of taking temperature, ഏറ്റവും കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുന്നത് ഏതാണ്? That is by rectum. Because it is എന്താ പറയുക, നമ്മൾ അവിടെ നമ്മുടെ വായിലുള്ള തണുപ്പോ അങ്ങനെ ഒന്നും വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ വിയർപ്പിൻ്റെതോ അങ്ങനെ ഒന്നും വ്യത്യാസം വരില്ല. റക്ടൽ എന്നുള്ള റിയൽ ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. ടെമ്പറേച്ചർ റെക്കോർഡിംഗ് ഈസ് ലോവസ്റ്റ് വെൻ ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം, സാധാരണ ഓറലി, ആക്സിലറി, റെക്ടൽ, ടിംപാനിക് ഇതിലെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ കിട്ടുന്നത് ഏതാണ്? ഒരേ സമയം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവായിട്ട് കിട്ടുന്നത് ആക്സിലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്സിലയിൽ എടുക്കുന്ന ടെമ്പറേച്ചറിന്റെ കൂടെ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓറൽ ടെമ്പറേച്ചർ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓറൽ ആൻഡ് ആക്സിലറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, അത് എത്രയാണ്? അത് 0.6 ഡിഗ്രി സെൽഷ്യസ്. അതാണ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. ഓറലും ആക്സിലറിയും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം 1 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 0.6 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, വായിച്ചു നോക്കാം. 40 ഡിഗ്രി സെൽഷ്യസ് മീൻസ്, അതായത് കൺവേർഷൻ ആണ്. ടെമ്പറേച്ചറിന്റെ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാനും ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കാനുള്ള ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിച്ച് കൃത്യമായിട്ട് അതിന്റെ ആ ഫോർമുലയിൽ സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്, സെൽഷ്യസ് കൊടുത്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 102 ആണ്. ഓപ്ഷൻ സി 102 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ അതിന്റെ കൺവേർഷൻ ഫോർമുലയാണ്. അറിഞ്ഞുകൂടാത്തവര് ഒന്ന് പഠിച്ചോളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. A body temperature of 39 degrees Celsius is equivalent to Fahrenheit temperature. Same question തന്നെയാണ്. 39 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര ഫാരൻഹീറ്റ് ആണ്? ദാറ്റ് ഈസ് 102 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, 102 ഡിഗ്രി ഫാരൻഹീറ്റ്. സെയിം ഫോർമുലയിൽ കൊടുക്കുക, സെയിം 104 കൊടുക്കുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. സെയിം വാല്യൂസ് ഫോർമുലയിൽ വാല്യൂസ് കൊടുക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ എന്താണ് നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫാരൻഹീറ്റ് തന്നിട്ട് സെൽഷ്യസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു, കറക്റ്റ് ഓപ്ഷൻ സി 37 ഡിഗ്രി സെൽഷ്യസ്. ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 40 എടുക്കാം. സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്, ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് എടുക്കുന്നത്. 40 × 9/5 + 32 എന്നുള്ള ഫോർമുല എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ 8 ആണ്, 72 + 32, സോ 104 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following formula is correct for the conversion of centigrade to Fahrenheit temperature? നമ്മളിപ്പോൾ പറഞ്ഞ ഫോർമുല ഇതിൽ ഏത് ഫോർമുലയാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഫാരൻഹീറ്റ് is equal to C × 9/5 + 32. അതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If temperature of an object is 140 degree Fahrenheit, then its temperature in centigrade. This conversion 140 കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഡി 60 ഡിഗ്രി എന്നാണ് ഫോർമുലയിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് റൂട്ട് ടു ചെക്ക് ടെമ്പറേച്ചർ ഇൻ ചിൽഡ്രൻ. ഏറ്റവും ആക്യുറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല റൂട്ട്, ഏറ്റവും കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓറലാണോ, ആക്സിലറി ആണോ, റെക്ടൽ ആണോ, ടിംപാനിക് ആണോ? കറക്റ്റ് ഓപ്ഷൻ ആക്സിലറി മെത്തേഡ് ആണ്. കാരണം കുഞ്ഞുങ്ങൾ വായിൽ വെക്കുന്ന ഓറൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ അത് കടിച്ചു പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനകത്ത് മെർക്കുറി ആണ്, ഇറ്റ്സ് പോയിസൺ. അടുത്ത റെക്ടൽ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ അത് സഹകരിക്കണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആക്സിലറി മെത്തേഡാണ് കുഞ്ഞുങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത്. Which route one uses to identify hypothermia in a newborn? ന്യൂബോണിലെ ഹൈപ്പോതെർമിയ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഹൈപ്പോതെർമിയ നമ്മൾ ഏറ്റവും ക്രിട്ടിക്കൽ ആണ്, എമർജൻസി ആണ്. അപ്പൊ അത് അറിയാൻ വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ദാറ്റ് ഈസ് റെക്ടൽ. നെക്സ്റ്റ്, തെർമോമീറ്റർ ഇൻസേർട്ടഡ് ഇൻ ടു റെക്ടം വൈൽ ടേക്കിംഗ് ടെമ്പറേച്ചർ. എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ ഇവിടെ നമുക്ക് ചിൽഡ്രൻ ആണോ അഡൽട്ട് ആണോ എന്ന് തന്നിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അഡൽട്ട് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക. അഡൽട്ടിനുള്ളത് എഴുതുക. കറക്റ്റ് ഓപ്ഷൻ ഡി
1.5 inch ആണ്. The thermometer in which the result are seen within 45 seconds. അതായത് 45 സെക്കൻഡിനുള്ളിൽ റീഡിംഗ് വായിക്കാൻ പറ്റുന്ന തെർമോമീറ്റർ ഏതാണ്? ഇലക്ട്രോണിക് ആണോ, ഡിസ്പോസിബിൾ ആണോ, ക്ലിനിക്കൽ ആണോ, ടിംപാനിക് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്, ഡിസ്പോസിബിൾ തെർമോമീറ്റർ. After using a thermometer, it should be cleaned in which direction? അതായത് ബൾബിൽ നിന്നും നമ്മുടെ തെർമോമീറ്ററിന്റെ ബൾബിൽ നിന്ന് സ്റ്റെമ്മിലോട്ട് ക്ലീൻ ചെയ്യണോ, സ്റ്റെമ്മിൽ നിന്ന് ബൾബിലോട്ട് ക്ലീൻ ചെയ്യണോ? കറക്റ്റ് ഓപ്ഷൻ ഉപയോഗത്തിന് ശേഷം സ്റ്റെം ടു ബൾബും ഉപയോഗിക്കും മുമ്പ് ബൾബ് ടു സ്റ്റെമ്മും ആണ്. അതായത് മോർ കണ്ടാമിനേറ്റഡ് ഏരിയയിൽ നിന്ന് ലെസ് കണ്ടാമിനേറ്റഡ് ഏരിയയിലോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ അങ്ങോട്ട് എന്തെങ്കിലും ഡിസീസ് മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ലെസ് കണ്ടാമിനേറ്റഡ് ഏരിയയിൽ നിന്ന് മോർ കണ്ടാമിനേറ്റഡ് ഏരിയയിലോട്ടാണ് എപ്പോഴും നമ്മൾ വൈപ്പ് ചെയ്യേണ്ടത്. സോ വി ആർ ക്ലീനിങ് after using thermometer, we are cleaning from stem to bulb. Next question. The thermometer used in common should be washed with soap and water and disinfected with ഏത് സൊല്യൂഷൻ വഴിയാണ് യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ അതിനുശേഷം ക്ലീൻ ചെയ്യുന്നത്? സാബ്ലോൺ 1:20. അപ്പോൾ അതിന്റെ സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഡെറ്റോളിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, എത്ര സമയമാണ് ആ സൊല്യൂഷനിൽ ക്ലീൻ ചെയ്യേണ്ടത്? സാബ്ലോൺ ആണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ലൈസോൾ ആണെങ്കിൽ എങ്ങനെ? ഫെയർജനോൾ ആണെങ്കിൽ എങ്ങനെയാണ്? ഓരോന്നിന്റെ കോൺസെൻട്രേഷൻ പഠിക്കുക. യൂഷ്വലി ഡെറ്റോളും സാബ്ലോണും ആണ് ചോദിച്ചു വരുന്നത്. എത്ര സമയം വേണമെന്നുള്ളതും ചോദിക്കാം. നെക്സ്റ്റ് വൺ. What should be used to clean a thermometer? സാധാരണ നമ്മൾ തെർമോമീറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല തണുത്ത വെള്ളമാണോ, നല്ല ചൂടുവെള്ളമാണോ, ഓയിൽ വെള്ളമാണോ, അതോ ടാപ്പ് വാട്ടർ ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി, ടാപ്പ് വാട്ടർ വെച്ചാണ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. To correctly palpate the patient's skin for temperature determination, a nurse will use the, അതായത് നമ്മൾ കൈ കൊണ്ടോ നമ്മളിങ്ങനെ ടെമ്പറേച്ചർ നോക്കണം. അപ്പൊ കൈയുടെ ഫ്രണ്ട് സൈഡ് ആണോ, ബാക്ക് സൈഡ് ആണോ, ഫിംഗേഴ്സ് ആണോ, ഏത് സൈഡാണ് നമ്മൾ കയ്യിൽ യൂസ് ചെയ്ത് ആളുകളുടെ ടെമ്പറേച്ചർ നോക്കുന്നത്? ബേസ് ഓഫ് ഹാൻഡ് ആണോ, ഡോർസൽ സർഫസ് ഓഫ് ഹാൻഡ് ആണോ, ഫിംഗർ ടിപ്പ് ഓഫ് ഹാൻഡ് ആണോ, പാൽമർ സർഫസ് ഓഫ് ഹാൻഡ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, ഡോർസൽ സർഫസ് ഓഫ് ഹാൻഡ്, അത് കൈയിന്റെ പിൻഭാഗം. Next question. The oral temperature of a patient is 37 degree. The following statement is true. അങ്ങനെയാണെങ്കിൽ ബാക്കി താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആണ്? ഓറൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബാക്കിയുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? റെക്ടൽ ടെമ്പറേച്ചർ 36.5 ആണോ, റെക്ടൽ ടെമ്പറേച്ചർ 37.5 ആണോ, ആക്സിലറി ടെമ്പറേച്ചർ 37 ആണോ, ആക്സിലറി ടെമ്പറേച്ചർ 38 ആണോ? കറക്റ്റ് ഓപ്ഷൻ റെക്ടൽ ടെമ്പറേച്ചർ 37.5 എന്നുള്ളതാണ്. കാരണം അവിടെ എന്താ കുറച്ച് കൂടുതലായിരിക്കും. കാരണം റെക്ടൽ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ടെമ്പറേച്ചർ ആണ്. ഓറലി വരുമ്പോൾ കുറച്ച് ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാകും. ആക്സിലറി എന്ന് പറയുമ്പോൾ അസൈൻ ടെമ്പറേച്ചർ വരില്ല, അതിനേക്കാൾ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓറലിയേക്കാൾ ടെമ്പറേച്ചർ കുറവായിട്ടാണ് നമുക്ക് കിട്ടുക. സോ ബാക്കി ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്. Which stage is called fastigium into the patient with a fever? ഫീവറിന്റെ സ്റ്റേജസ് നോക്കുമ്പോൾ ഇതിൽ ഏത് സ്റ്റേജ് ആണ് ഫാസ്റ്റിജിയം എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ഏതാണ്? ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഫീവർ ആണോ, മാക്സിമം ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണോ, ടെമ്പറേച്ചർ സ്ലോലി ബിക്കം നോർമൽ ആണോ, ടെമ്പറേച്ചർ ഫാസ്റ്റ്ലി ബിക്കം നോർമൽ ആണോ? ദാറ്റ് ഈസ് മാക്സിമം ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനാണ്. മാക്സിമം ടെമ്പറേച്ചർ പീക്ക് ലെവലിലെത്തി അത് അതിൽ തന്നെ സ്റ്റാഗ്നന്റ് ആവും, സ്റ്റേ ചെയ്യുന്നു കുറച്ച് സമയത്തിന്. ആ ഒരു സ്റ്റേജിനാണ് ഫാസ്റ്റിജിയം എന്ന് പറയുന്നത്. അതായത് സ്റ്റേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിന്റെ പ്രത്യേകത, ഓരോ സ്റ്റേജിലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പർപൈറക്സിയ കോൾഡ് ഇഫ് ബോഡി ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ. ഹൈപ്പർപൈറക്സിയ എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ എത്രയിൽ കൂടുതലായിരിക്കണം? മോർ ദാൻ, ഷുഡ് ബി മോർ ദാൻ 105 ഡിഗ്രി ഫാരൻഹീറ്റ്. How long should a nurse wait after taking cold milk or hot water for recording oral temperature? അതായത് ആ വ്യക്തി തണുത്തതോ ചൂടോ ആയ എന്തെങ്കിലും വസ്തു കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓറലി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് നമ്മൾ ഓറൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് only after 20 to 30 minutes, 20-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ആക്യുറേറ്റ് റേറ്റ് നമുക്ക് ഡേറ്റ നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീവർ വിത്ത് റിലേറ്റീവ്ലി ബ്രാഡിക്കാർഡിയ. യൂഷ്വലി ഇതിൽ ഏത് തരത്തിലുള്ള ഫീവറിനൊപ്പം ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നത്? ഏതിലാണ്? മലേറിയ ആണോ, ടൈഫോയിഡ് ആണോ, ഫിലേറിയ ആണോ, ഡിഫ്തീരിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ ടൈഫോയിഡ് ഫീവറിലാണ് പേഷ്യന്റിന് ഫീവറിനൊപ്പം ബ്രാഡിക്കാർഡിയ കാണുന്നത്. നെക്സ്റ്റ് വൺ. A nurse is asked to record the core temperature of a
Neonate core temperature എന്ന് വെച്ചാൽ എന്താണ് ഇന്റേണൽ ടെമ്പറേച്ചർ. വിച്ച് വുഡ് ബി ദ മോസ്റ്റ് ആക്യുറേറ്റ് കോർ ബോഡി ടെമ്പറേച്ചർ. ഇതിൽ ഏതായിരിക്കും കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ആക്സിലറി സർഫസ് ടെമ്പറേച്ചർ ആണ്, ഓറൽ സർഫസ് ടെമ്പറേച്ചർ ആണ്, ഫോർഹെഡ് സ്കിൻ സർഫസ് ടെമ്പറേച്ചർ ആണ്, ടിമ്പാനിക് മെംബ്രെയിൻ ഇയറിൽ നോക്കുന്ന ടെമ്പറേച്ചർ ആണ്. ഇയർ ടിമ്പാനിക് മെംബ്രെയിനിലെ ടെമ്പറേച്ചർ നോക്കുന്നതാണ് കോർ ടെമ്പറേച്ചർ. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹീറ്റ് പ്രൊഡക്ഷൻ. നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നോർമലി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹീറ്റ് ലോസും ഹീറ്റ് പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ഇതിൽ ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഏതൊക്കെ മെക്കാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ആണോ, ആങ്സൈറ്റി ആൻഡ് നെർവസ്നെസ് ആണോ, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ആണോ, യൂസ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആണോ? കറക്റ്റ് ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, നോട്ട് ഡി ബിക്കോസ് ഇറ്റ് ഇസ് റെഡ്യൂസ് ദ ടെമ്പറേച്ചർ. This is the correct option A. Next one, the characteristics fever found in typhoid. Typhoid കാണുന്ന ഫീവറിന്റെ പ്രത്യേകത എന്താണ്? അതിനെന്താ പറയുന്നത്? ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുമോ, റിലാക്സിംഗ് ഫീവർ എന്ന് പറയുമോ, കണ്ടിന്യൂസ് ഫീവർ എന്ന് പറയുമോ, സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്ന് പറയുമോ? കറക്റ്റ് ഓപ്ഷൻ ഡി, സ്റ്റെപ്പ് ലാഡർ ഫീവർ. കാരണം അതിന്റെ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത ഇങ്ങനെ സ്റ്റെപ്പ് നമ്മൾ ഗ്രാഫ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയാണ് നമുക്ക് കിട്ടുക. സോ ഇറ്റ്സ് നോൺ ആസ് സ്റ്റെപ്പ് ലാഡർ ഫീവർ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. Next question, the drug used to reduce fever. Fever reduce ചെയ്യാൻ കൊടുക്കുന്നത് that is antipyretic. Antipyretic example acetaminophen അല്ലെങ്കിൽ paracetamol എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം ഓപ്ഷനിൽ. Next, the transfer of heat directly through a substance from hot part to cold part by direct contact is termed as. അതായത് ഒരു വസ്തുവിൽ തന്നെ ചൂട് കൂടിയ ഭാഗത്തുനിന്ന് മറ്റൊരു ചൂട് ആ വസ്തുവിൽ തന്നെ ചൂട് കുറഞ്ഞ ഭാഗത്തിലോട്ട് ചൂട് സ്പ്രെഡ് ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിന് പറയുന്ന പേര് കണ്ടക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ, ഇവാപറേഷൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ എ, കണ്ടക്ഷൻ. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ ഡിസിൻഫെക്റ്റഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ്. ഡെറ്റോളിന്റെ കോൺസെൻട്രേഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 1:40 for 5 minutes ആണ് കറക്റ്റ് ഓപ്ഷൻ. ഡെറ്റോളിന്റെ കോൺസെൻട്രേഷൻ നേരത്തെ ചാർട്ട് കാണിച്ചിരുന്നു. സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ പഠിക്കുക, സമയം പഠിക്കുക. നെക്സ്റ്റ്, sudden severe attack of shivering in which body temperature rises rapidly to a state of hyperpyrexia. ഷിവറിംഗ് ഓട് കൂടി എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചർ ഹൈപ്പർപൈറക്സിയ സ്റ്റേജിലോട്ട് എത്തുന്നു. ഈ ഒരു സ്റ്റേജിനെ പറയുന്നത് എന്താണ്? പൈറക്സിയ എന്നാണോ, റൈഗർ എന്നാണോ, സ്വിംഗിങ് ഫീവർ എന്നാണോ, ഇൻവേഴ്സ് ഫീവർ എന്നാണോ? കറക്റ്റ് ഓപ്ഷൻ ബി, റൈഗർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the level of rise in the body temperature during ovulation? Ovulation നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിന് വരുന്ന വ്യത്യാസം എത്രയാണ്? It is 1 degree Fahrenheit. 1 degree Fahrenheit വരെ ഓവുലേഷന്റെ സമയത്ത് നോർമൽ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഓവുലേഷന്റെ ടൈമിൽ ബോഡി ടെമ്പറേച്ചർ എല്ലാ സ്ത്രീകളിലും കൂടും. ഓക്കെ, it will increase by 1 degree Fahrenheit. Next question, fever is defined as temperature greater than എത്രയാണ്? That is more than 38 degrees Celsius. അടുത്ത ഹൈപ്പോതെർമിയ എന്ന് പറയുമ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ബിലോ 35. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ആണ് ടെമ്പറേച്ചറിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി വായിക്കുക, എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതൊക്കെ പഠിക്കുക. തിയറി വേണമെങ്കിൽ നമ്മുടെ വൈറ്റൽ സയൻസിന്റെ നോട്ട്സ് എന്തെങ്കിലും വായിച്ചു നോക്കാം. ഇല്ല എങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളമാണ്. ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് വീഡിയോസും ഇനി വരുന്ന വീഡിയോസും ഒക്കെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.